ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീളുകയാണ്. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി മാറ്റിയ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും മുൻ അംഗം A അജികുമാറും അറസ്റ്റിലായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. 100% നിരപരാധികളാണെന്നും രാഷ്ട്രീയ പ്രേരിതമായി കുടുക്കിയതാണെന്നും PS പ്രശാന്ത് കോടതിയിൽ പറഞ്ഞു. തിരുവനന്തപുരം പൂജപ്പുര ജയിലിലേക്കാണ് പ്രതികളെ കൊണ്ടുപോയത്. പ്രതികളെ കോടതി നടപടികൾക്കായി കൊണ്ടുപോയ വാഹനത്തിന് നേരെ യുവമോർച്ച പ്രവർത്തകർ മുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചു. ിൽ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണപ്പാളികളും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയെന്ന കേസിലാണ് നടപടി. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ഇരുവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഏറ്റെടുത്ത SIT കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ നിയമലംഘനം നടത്തി കൈമാറി എന്നാണ് കണ്ടെത്തിയത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പൊറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരിൽ നിന്നുള്ള മൊഴികളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളുമാണ് അന്വേഷണം PS പ്രശാന്തിലേക്ക് എത്താൻ വഴിയൊരുക്കിയത്. അറസ്റ്റിനു മുമ്പ് താൻ നിരപരാധിയാണ് എന്നും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണിത് എന്നും PS പ്രശാന്ത് സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു. കൊല്ലം പോലീസ് ക്ലബ്ബിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. പ്രതികളെയും കൊണ്ട് കോടതിയിലേക്ക് പോയ വാഹനത്തിന് നേരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ മുട്ടയെറിഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. വരും നാളുകളിൽ കേസിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SITയുടെ നീക്കം. News 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.